2019 ഇറങ്ങിയ വളരെ രസകരമായ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ് അയൺ സ്കൈ ദി കമ്മിങ് റൈസ്. ഇത് ശരിക്കും 2012 അയൺ സ്കൈ എന്ന സിനിമയുടെ തുടർ കഥയാണ്. ആ സിനിമ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഭൂമി നശിക്കുമ്പോൾ മനുഷ്യരെല്ലാം ചന്ദ്രനിലേക്ക് പോകുന്നതും അവിടെ വെച്ച് അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. 2047 കഥ നടക്കുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് മുന്നേ ചന്ദ്രനിൽ നിന്നും വന്ന നാസികൾ ഭൂമിയുമായി യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഭൂമി ജയിച്ചു. പക്ഷേ നാസികൾ ചന്ദ്രനിൽ ഒരുപാട് ഹീലിയം-3 ഖനനം ചെയ്ത് ശേഖരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് നമുക്ക് വേണമെന്ന് പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കാൻ തുടങ്ങി. അവസാനം അതിന്റെ പേരിൽ ഭൂമിയിൽ ഒരു 3ാം ലോക മഹായുദ്ധവുമുണ്ടായി. ആ മഹായുദ്ധത്തിൽ ഭൂമി ആകെ നശിച്ചു. അതിൽ അതിജീവിച്ച കുറച്ചു മനുഷ്യർ അമീലിയ എന്ന സ്പേസ്ഷിപ്പിൽ കയറി ചന്ദ്രന്റെ ഇരുണ്ട വശത്തിലേക്ക് പോയി. അവിടെ നാസികളുടെ പണ്ടത്തെ ഒരു മൂൺ ബേസ് ഉണ്ടായിരുന്നു. 2018 നടന്ന നാസിയുമായുള്ള യുദ്ധത്തിൽ ഈ മൂൺ ബേസിന്റെ നല്ലൊരു ശതമാനവും തകർന്നിട്ടുണ്ട്. അന്നത്തെ യുദ്ധത്തിൽ കുറച്ച് നാസികളും അതിജീവിച്ചിരുന്നു. അവരും മനുഷ്യരും ഇപ്പോൾ ഒരുമിച്ചാണ് മൂൺ ബേസിൽ ജീവിക്കുന്നത്. ബേസിന്റെ മൊത്തത്തിലുള്ള ലീഡർ എന്നത് റെനേറ്റ് ആണ്. അവളുടെ മകൾ ഓബിയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. റെനേറ്റിന് ഇപ്പോൾ എന്തോ മാരകമായ അസുഖമുണ്ട്. അത് കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓബിക്ക് പേടിയുണ്ട്. ഒരു ദിവസം ഭൂമിയിൽ നിന്നും ഒരു സ്പേസ്ഷിപ്പ് ബേസിനെ ലക്ഷ്യമിട്ട് വന്നു. ഭൂമിയിൽ അവസാനമുണ്ടായിരുന്ന സ്പേസ്ഷിപ്പിലാണ് ഭൂമിയിൽ നിന്നും കുറച്ച് മനുഷ്യർ ചന്ദ്രനിലെത്തിയത്. അപ്പോൾ പിന്നെ ഈ സ്പേസ്ഷിപ്പ് എവിടെ നിന്നും വരുന്നുവെന്നോർത്ത് റെനേറ്റും കൂട്ടരും പരിഭ്രമിച്ചു. അവർ ബേസിനുള്ളിൽ കയറാതിരിക്കാൻ പ്രധാന കവാടം അടച്ചിടാൻ റെനേറ്റ് പറഞ്ഞു. പക്ഷെ അവരുടെ കമാൻഡുകളെ എല്ലാം ഓവർ റൈഡ് ചെയ്യുന്ന കമാൻഡ് സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും വന്നതിനാൽ അവർക്ക് കവാടം അടയ്ക്കാൻ കഴിഞ്ഞില്ല. ബേസിന്റെ ഓവർ റൈഡ് കമാൻഡ് അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് പണ്ട് ബേസിൽ നിന്നും ഭൂമിയിലേക്ക് പോയ ഏതെങ്കിലും നാസികളായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ലാൻഡിംഗ് സൈറ്റിൽ എത്തുമ്പോൾ തന്നെ അവരെ വെടിവെച്ച് നശിപ്പിക്കാൻ റെനേറ്റ് ഉത്തരവിട്ടു. എന്നാൽ അത് ചിലപ്പോൾ ഭൂമിയിൽ നിന്നും അഭയം തേടി വന്ന മനുഷ്യരായിരിക്കുമെന്ന് പറഞ്ഞ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഓബിയും ലാൻഡിംഗ് സൈറ്റിലേക്ക് പോയി. ഓബി അവിടെ ഉണ്ടെങ്കിൽ വെടിവെക്കുന്ന സമയത്തിൽ ചിലപ്പോൾ അവൾക്കും പരിക്ക് പറ്റും. അതുണ്ടാകാതിരിക്കാൻ റെനേറ്റ് വെടിവെക്കാനുള്ള ഉത്തരവ് പിൻവലിച്ചു. സ്പേസ് ക്രാഫ്റ്റ് വളരെ വേഗം ലാൻഡിംഗ് സൈറ്റിനെ ലക്ഷ്യമിട്ട് വന്നു. പക്ഷേ വന്ന് ലാൻഡ് ചെയ്തതും ആ സ്ഥലം തകർന്നുപോയി. പെട്ടെന്നൊരു ക്രെയിനെ ഉപയോഗിച്ച് സ്പേസ് ക്രാഫ്റ്റിനെ ഓബി പിടിച്ചെടുത്തു. അങ്ങനെ അവരെ രക്ഷിച്ചു. ഇത് പണ്ട് നാസികൾ ഭൂമിയിലേക്ക് പോയ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണ്. സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും ഇറങ്ങി വന്നത് ഒരു കൂട്ടം റഷ്യൻസ് ആയിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് സാഷ. ഓബി പറഞ്ഞതുപോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നും അഭയം തേടിയാണ് ഇവർ വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ ഇവിടെ ബേസിലുള്ളവർക്ക് പോലും ആഹാരം തികയുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടെ ബേസിലേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് റെനേറ്റ് പറഞ്ഞു. പക്ഷെ അവരുടെ കൂടെയുള്ള കൊച്ചുകുട്ടികളെയും അവരുടെ അവസ്ഥയും ഒക്കെ കണ്ടപ്പോൾ തൽക്കാലം അവരെ സ്റ്റോറേജ് റൂമിലാക്കാൻ പറഞ്ഞു. ശേഷം കുറെ കഴിഞ്ഞപ്പോൾ ചന്ദ്രനിൽ ചന്ദ്രകുലുക്കം സംഭവിച്ചു. ഈ പ്രതിഭാസം ചന്ദ്രനിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. ബേസ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാൻ കണക്കിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഒന്നുകിൽ ചന്ദ്രകുലുക്കം കാരണം അല്ലെങ്കിൽ ആഹാരമില്ലായ്മ കാരണം ബേസിലുള്ള സകല മനുഷ്യരും നശിക്കുമെന്ന പേടി എല്ലാവർക്കുമുണ്ട്. ഓരോ തവണ ചന്ദ്രകുലുക്കം സംഭവിക്കുമ്പോഴും ആ പേടി കൂടിക്കൂടി വരികയാണ്. ബേസിലുള്ള കുറച്ചുപേര് ചേർന്ന് ജോബ്സിസ്റ്റ് എന്നൊരു പുതിയ മതം രൂപീകരിച്ചിട്ടുണ്ട്. സ്റ്റീവ് ജോബ്സ് ആണ് അവരുടെ ദൈവം. ഡൊണാൾഡാണ് മതത്തിന്റെ ലീഡർ. ഓബിക്ക് ഡൊണാൾഡിനോടും ഈ മതത്തിനോടും മതത്തിലുള്ളവരോടും മുഴുവൻ വെറുപ്പാണ്. മൊബൈൽ ഫോൺസിനെയും അതിന് സമാനമായ മറ്റു ടെക്നോളജികളെയും വളരെയധികം ആശ്രയിക്കുന്നവരാണ് ഈ ജോബ്സിസ്റ്റുകൾ. പക്ഷേ ഈ മതം വളരെ എക്സ്ട്രീമാണ്. മതത്തിന്റെ നിയമപ്രകാരം മാത്രമേ മതത്തിലുള്ള എല്ലാവരും സെറ്റിംഗ്സ് ഒക്കെ ക്രമീകരിക്കാൻ പാടുള്ളൂ. മതത്തിന്റെ അനുവാദമില്ലാതെ ആരെങ്കിലും ഒരു വാൾപേപ്പർ മാറ്റിയാൽ പോലും ഒരു ആപ്പിലൂടെ അയാളുടെ മൊബൈൽ ഫോണിനെ പൊട്ടിത്തെറിപ്പിക്കും. അതിലൂടെ അയാളും കൊല്ലപ്പെടും. ഒരു ദിവസം ജോബ്സിസ്റ്റിന്റെ ടെമ്പിളിന് സമീപത്ത് കൂടെ പോയപ്പോൾ ഫോണിന്റെ ഒരു സെറ്റിംഗ്സ് മാറ്റി എന്ന പേരിൽ ഡൊണാൾഡ് ഒരാളെ കൊല്ലുന്നത് ഓബി കാണാനിടയായി. അവൾ ദേഷ്യത്തിൽ കണ്ണാടിയും തകർത്ത് അകത്തു കയറി. എന്നിട്ട് എല്ലാവരോടും ഇറങ്ങി പോകാൻ പറഞ്ഞു. അവിടെ റെനേറ്റും ഉണ്ടായിരുന്നു. അമ്മ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? വേറെ പണിയൊന്നുമില്ലേ എന്ന് ഓബി റെനേറ്റിനോട് ചോദിച്ചു. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ അവിടെ മാൽക്കം കയറി വന്നു. ബേസിലെ ഒരു പ്രധാന ഗാർഡാണ് മാൽക്കം. ഓബിയെ മാൽക്കമിനെ കൊണ്ട് കെട്ടിക്കണമെന്നാണ് റെനേറ്റിന്റെ ആഗ്രഹം. ശേഷം ഓബി റഷ്യൻസ് വന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ എഞ്ചിൻ പരിശോധിക്കാൻ പോയി. അപ്പോൾ സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും ഒരാൾ ഇറങ്ങി പോകുന്നത് കണ്ട് ഓബി അയാളെ പിന്തുടർന്നു. കുറെ ദൂരം പോയപ്പോൾ അയാൾ ഒരു മുറിയിൽ കയറി. അതിനു പിന്നാലെ ഓബിയും കയറി. പക്ഷെ ഉള്ളിൽ കയറിയതും അയാൾ ഓബിയെ തലക്കടിച്ചു വീഴ്ത്തി. എന്നിട്ട് അവളെ കെട്ടിയിട്ടു. ഇത് ശരിക്കും പണ്ട് നാസികളുടെ കാലത്തിൽ ബേസിന്റെ ലീഡർ ആയിരുന്ന ഫ്യൂറർ ആയിരുന്നു. ഇയാൾ പണ്ട് കൊല്ലപ്പെട്ടുവെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അയാൾ അവിടെ കിടന്ന മേശയിൽ എന്തോ തിരയുകയാണ്. ചോക്ലേറ്റ് പോലത്തെ എന്തോ ഒരു സാധനം അയാൾ കണ്ടെത്തിയതും പെട്ടെന്ന് അയാൾ അതിനെ എടുത്ത് കഴിച്ചു. അപ്പോൾ അയാളുടെ ദേഹം മുഴുവനൊന്ന് തിളങ്ങി.
നീ എങ്ങനെയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് അത്ഭുതത്തോടെ ഓബി ചോദിച്ചപ്പോൾ എന്റെ പണ്ടത്തെ സ്പേസ്ഷിപ്പ് എവിടെയാണെന്ന് ഫ്യൂറർ തിരിച്ചു ചോദിച്ചു. അതിപ്പോൾ തുരുമ്പിച്ച് നശിച്ചിട്ടുണ്ടാകുമെന്ന് കളിയാക്കിക്കൊണ്ട് ഓബി മറുപടി നൽകി. ഞാൻ നിർമ്മിക്കുന്നതൊക്കെ നശിപ്പിക്കാൻ മാത്രമേ മനുഷ്യരെ കൊണ്ട് കഴിയൂ എന്നും പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവളെ അടിച്ചു. അവൾ പെട്ടെന്ന് കെട്ടിയിരുന്ന കയർ അഴിക്കുകയും അയാളെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് നീ ശരിക്കും ആരാണെന്നും എന്തിനാണ് നീ ഇവിടെ വന്നിരിക്കുന്നതെന്നും ചോദിച്ചു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വ്രിൽസ് എന്ന അന്യഗ്രഹ ജീവികളാണെന്നും ഒരുപാട് അകലെയുള്ള ഒരു ഗ്രഹത്തിൽ നിന്നുമാണ് നമ്മൾ വന്നിരിക്കുന്നതെന്നും അയാൾ പറഞ്ഞു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പണ്ട് ദിനോസറുകളുടെ കാലത്തിലാണ് അവർ ഭൂമിയിൽ വന്നത്. അവരുടെ സ്പേസ്ഷിപ്പ് തകർന്നത് കാരണം അവർക്ക് ഭൂമിയിൽ ലാൻഡ് ചെയ്യേണ്ടി വന്നതാണ്. വന്നിറങ്ങിയപ്പോൾ തന്നെ അവരിൽ ഒരാൾ ദിനോസറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതൊരു ടീറക്സ് ആയിരുന്നു. അയാളെ ടീറക്സ് ചെറുതായിട്ടൊന്ന് കടിച്ചു കീറി. അങ്ങനെ ദിനോസറുകളുടെ സ്വഭാവം വളരെ ശാന്തമാണെന്ന് അവർക്ക് മനസ്സിലായി. ശേഷം ഒരുപാട് കാലം ഭൂമിയിൽ ജീവിച്ചു. അവരുടെ പക്കൽ വ്രില്യ എന്നൊരു പദാർത്ഥമുണ്ട്. ഈ പദാർത്ഥം കഴിക്കുന്നതിനാൽ വ്രില്ലുകൾ ഒരിക്കലും മരിക്കുകയില്ല. വ്രില്ലുകളുടെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ്സാണ് വ്രില്യ. അവരുടെ സ്പേസ്ഷിപ്പുകൾ പോലും വ്രില്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ പ്രൈമേറ്റുകളെ ഫ്യൂറർ സമഗ്രമായിട്ട് പഠിക്കുകയും അവയിൽ ചില പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഫ്യൂറർ കുറച്ച് വ്രില്യ എടുത്ത് ഒരു ആപ്പിൾ പഴത്തിൽ കുത്തിവെച്ച ശേഷം അതിനെ അയാളുടെ 2 പ്രിയപ്പെട്ട പ്രൈമേറ്റുകൾക്ക് കൊടുത്തു. ആദം ആൻഡ് ഈവ് എന്നായിരുന്നു ആ പ്രൈമേറ്റുകൾക്ക് നൽകിയിരുന്ന പേര്. അങ്ങനെ അവരിൽ നിന്നുമാണ് പിന്നെ മനുഷ്യവർഗം പരിണമിച്ചത്. പക്ഷെ ഒരിക്കൽ ഒരു വലിയ ഉൽക്ക ഭൂമിയെ നോക്കി വന്നു. അപ്പോൾ ഫ്യൂററിന്റെ സഹോദരൻ എല്ലാവരെയും കൊണ്ട് ഭൂമിക്കടിയിലേക്ക് പോയി. ഭൂമിയുടെ ഉൾഭാഗം ശരിക്കും പൊള്ളയാണ്. അതുകൊണ്ട് ഭൂമിയുടെ ഉള്ളിൽ പോയി അവരൊരു വലിയ സിറ്റി പണിതു. അഗർത്ത എന്നാണ് ആ സിറ്റിയുടെ പേര്. ഭൂമിക്കുള്ളിലേക്ക് പോയപ്പോൾ കുറെ ദിനോസറുകളെയും മറ്റ് ജീവജാലങ്ങളെയും കൂടെ കൊണ്ടാണ് അവർ പോയത്. ഇതൊക്കെ കേട്ട് നിന്ന ഓബിക്ക് അയാളെ വിശ്വാസം വന്നില്ല. അതുകൊണ്ട് അയാൾ കുറച്ച് വ്രില്യ കാണിച്ച ശേഷം നീ ഇത് കൊണ്ടുപോയി നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ഇതെങ്ങാനും ഇനി വിഷം വല്ലതുമായിരിക്കുമോ എന്ന് ഭയന്ന് അവൾ അത് വിസമ്മതിച്ചു. അപ്പോൾ എന്തായാലും നിന്റെ അമ്മ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഇത് ട്രൈ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഫ്യൂറർ പറഞ്ഞു. അങ്ങനെ അവൾ അത് റെനേറ്റിന് കൊണ്ടു കൊടുത്തു. അപ്പോൾ റെനേറ്റിന്റെ അസുഖമെല്ലാം മാറി അവൾ മുഴുവൻ എനർജറ്റിക് ആയി. അപ്പോഴാണ് ഫ്യൂറർ പറഞ്ഞതൊക്കെ സത്യം തന്നെയായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായത്. അങ്ങനെ അവൾ വീണ്ടും ഫ്യൂററിന്റെ പക്കൽ പോയി. റെനേറ്റ് സൗഖ്യം പ്രാപിക്കുന്നത് ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്ന ഡൊണാൾഡും ഓബിക്ക് പിന്നാലെ പോയി. ഫ്യൂററിന്റെ പക്കൽ പോയ ശേഷം അവൾ വീണ്ടും അവനോട് കാര്യങ്ങൾ തിരക്കി. അഗർത്തയിൽ ധാരാളം വ്രില്യയുണ്ടെന്നും അതെടുത്തുകൊണ്ടുവന്നാൽ നിനക്ക് ബേസിനെയും ബേസിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുമെന്നും ഫ്യൂറർ ഓബിയോട് പറഞ്ഞു. എന്നിട്ട് അഗർത്തയിലേക്ക് പോകാനുള്ള വഴിയും പറഞ്ഞുകൊടുത്തു. അന്റാർട്ടിക്കയിലെ 2 പർവ്വതങ്ങൾക്കിടയിലൂടെയാണ് ഭൂമിക്കടിയിലെ ലോകത്തിലേക്ക് പോകേണ്ടത്. ഉള്ളിലെത്തിയ ശേഷം അഗർത്ത സിറ്റി കണ്ടെത്തണം. ആ സിറ്റിയുടെ നടുവിൽ ഒരു വലിയ ടെമ്പിൾ ഉണ്ട്. അതിനുള്ളിൽ ഹോളി ഗ്രേൽ എന്നൊരു പാത്രത്തിലാണ് വ്രില്യ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ നീ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നതെന്ന് ഓബി ചോദിച്ചു. അപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണെന്ന് ഫ്യൂറർ മറുപടി നൽകി. അവർ സംസാരിക്കുന്നതിനിടയിൽ അവിടെ വീണ്ടും ചന്ദ്രകുലുക്കമുണ്ടായി. അപ്പോൾ റഷ്യൻസ് വന്ന സ്പേസ് ക്രാഫ്റ്റും എടുത്ത് എത്രയും വേഗം പോകാൻ ഫ്യൂറർ പറഞ്ഞു. ആ പേടകം പറത്താൻ സാഷയ്ക്കാണ് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് അവനെയും കൂടെ കൊണ്ടുപോകാൻ ഫ്യൂറർ നിർദ്ദേശിച്ചു. അങ്ങനെ അവൾ സാഷയെ തേടിപ്പോയി. പോകുന്നതിന് മുന്നേ ഫ്യൂറർ തന്റെ ഒരു കൈവിരൽ മുറിച്ച് ഓബിക്ക് കൊടുത്തു. എന്നിട്ടിത് നിനക്കൊരിക്കൽ ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞു. ഓബിയും ഫ്യൂററും സംസാരിക്കുന്നതെല്ലാം ഡൊണാൾഡ് ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ സാഷയെ കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ ഡൊണാൾഡും അവന്റെ കൂടെയുള്ള 3 പേരും ഓബിയെ കാണാൻ വന്നു. എന്നിട്ട് ഞങ്ങളെയും കൂടെ ഈ യാത്രയിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിലും ഈ കിഴങ്ങന്മാരുടെ ശല്യം ഒന്ന് തീർന്നു കിട്ടുമല്ലോ എന്ന് കരുതി അവൾ ഓക്കെ പറഞ്ഞു. ഷിപ്പിനടുത്തെത്തിയപ്പോൾ അവിടെ മാൽക്കം നിൽക്കുന്നത് കണ്ടു. അവൻ വളരെ ബുദ്ധിപരമായ രീതിയിൽ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുകയായിരുന്നു. ഓബി എല്ലാം അവനോട് പറഞ്ഞു. ഉടനെ നിങ്ങളെ സഹായിക്കാൻ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് മാൽക്കവും കൂടെ അവർക്കൊപ്പം പോയി. അങ്ങനെ അവരെല്ലാം കൂടെ ഫ്യൂറർ പറഞ്ഞ വഴിയിലൂടെ ഭൂമിക്കുള്ളിലെ അണ്ടർവേൾഡ് ലോകത്തിലെത്തി. ഉള്ളിൽ ഒരു ചെറിയ സൂര്യനൊക്കെയുണ്ട്. ഫ്യൂറർ കൊടുത്ത മാപ്പ് വെച്ച് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കി. പക്ഷെ അതിനൊരു കോമ്പസ് ആവശ്യമാണ്. സാഷ അവന്റെ ബാഗിൽ കോമ്പസ് ഉണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ പഴയ ഒരു ലെജൻഡറി ഐറ്റം പുറത്തെടുത്തു. നോക്കിയ 3310 ക്ലാസിക് ഫോൺ. ന്യൂക്ലിയർ യുദ്ധത്തിനെ പോലും ഇത് അതിജീവിച്ചു എന്ന് സാഷ പറയുന്നുണ്ട്. ഈ ഫോണിന്റെ കാര്യത്തിൽ അത് സത്യം തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതിനേക്കാൾ ഉപരി അതിൽ കോമ്പസുമുണ്ട്. അങ്ങനെ നോക്കി അവർ അഗർത്തയിലേക്ക് നടന്നു. ഈ സമയം അഗർത്തയിലുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. കൊട്ടാരത്തിലെ തീൻമേശയിൽ കുറെ വ്രിൽസ് പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയാണ്. ചരിത്രത്തിലെ പ്രധാനികളിൽ ഒരുപാട് പേരെ ഇവിടെ കാണാം. മാർക്ക് സക്കർബർഗ്, US പ്രസിഡന്റ്, സ്റ്റാലിൻ, വ്ളാഡിമിർ പുടിൻ, കിം അണ്ണൻ, ബിൻ ലാദൻ, അങ്ങനെ എല്ലാവരുമുണ്ട്. ഇവർക്കെല്ലാം പുറമെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് കരുതുന്ന ഹിറ്റ്ലറുമുണ്ട്. പുള്ളിയാണ് വ്രിൽസിന്റെ ലീഡർ. അതുമാത്രമല്ല ഫ്യൂററിന്റെ സഹോദരനും കൂടെയാണ് ഹിറ്റ്ലർ.
എങ്ങനെയെങ്കിലും മനുഷ്യരെ തമ്മിലടിപ്പിച്ച് മനുഷ്യവർഗത്തിനെ തന്നെ നശിപ്പിക്കാനാണ് ഇവരെല്ലാം മനുഷ്യരെ പോലെ മനുഷ്യർക്കൊപ്പം പുറം ലോകത്തിൽ ജീവിച്ചിരുന്നത്. അങ്ങനെ മനുഷ്യരെ നശിപ്പിച്ച ശേഷം വ്രില്ലുകൾക്ക് മാത്രം പുറം ലോകത്തിൽ ജീവിക്കാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷെ ഇപ്പോൾ മനുഷ്യർക്കൊപ്പം ഭൂമിയെ തന്നെ അവർ നശിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് US പ്രസിഡന്റാണ്. അതുകൊണ്ട് ഹിറ്റ്ലർ ആകെ ദേഷ്യത്തിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ദേഷ്യത്തിൽ ഹിറ്റ്ലർ ചോദിച്ചു. നമുക്ക് സ്പേസ്ഷിപ്പിൽ കയറി മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാമെന്ന് ഒരു വ്രില്ല് ഹിറ്റ്ലറിനോട് പറഞ്ഞു. അപ്പോൾ സ്പേസ് വളരെ വലുതാണെന്നും ഇതുപോലെ മറ്റൊരു ഗ്രഹം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും ഹിറ്റ്ലർ പറഞ്ഞുകൊടുത്തു. ശേഷം ഭൂമി നശിച്ചതിന്റെ ഒരു പ്രധാന കാരണമായത് US പ്രസിഡന്റ് ആയതുകൊണ്ട് അവളെ ബാക്കി എല്ലാ വ്രിൽസും കൂടെ കൊന്നുകളഞ്ഞു. രണ്ടാമത്തെ പ്രധാന കാരണം മനുഷ്യരാണ്. അവരെ സൃഷ്ടിച്ചത് ഫ്യൂരറും. അതുകൊണ്ട് മനുഷ്യരെയും അവരെ സൃഷ്ടിച്ച ഫ്യൂരറിനെയും ഞാൻ അധികം വൈകാതെ തന്നെ കണ്ടെത്തി കൊല്ലുമെന്ന് ഹിറ്റ്ലർ പറഞ്ഞു. ഓബിയും കൂട്ടരും ഈ സമയം അഗർത്തയിലെത്തിയിരുന്നു. എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് അതുവഴി പോയ സ്റ്റീവ് ജോബ്സിനെ കണ്ടത്. അവനും ഒരു വ്രില്ലായിരുന്നു. അവരുടെ ദൈവത്തിനെ കണ്ടതും ഡൊണാൾഡും മറ്റ് ജോബ്സിസ്റ്റുകളും ദൈവത്തിന്റെ അടുത്തേക്ക് ഓടി. സ്റ്റീവ് പെട്ടെന്ന് എല്ലാവരെയും പിടിച്ചുകെട്ടി. എന്നിട്ട് ബാക്കി 3 പേരെയും കൂടെ പിടികൂടാൻ ശ്രമിച്ചു. സാഷയും മോബിയും രക്ഷപ്പെട്ടു. പക്ഷെ മാൽക്കമിനെ അവർ പിടികൂടിയ എല്ലാവരെയും ഹിറ്റ്ലറിന്റെ പക്കൽ കൊണ്ടുപോയി. എല്ലാവരെയും കൊന്നുകളയാൻ ഹിറ്റ്ലർ ഉത്തരവിട്ടു. എന്നാൽ നിന്റെ സഹോദരൻ ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാമെന്ന് ഡൊണാൾഡ് പറഞ്ഞു. എവിടെയാണെന്ന് ഹിറ്റ്ലർ ചോദിച്ചു. അത് പറഞ്ഞു തന്നാൽ നീ ഞങ്ങളെ വെറുതെ വിടുമെന്നും എന്റെ മതത്തിലുള്ളവരെ ഇവിടെ കൊണ്ടുവരാൻ നീ സഹായിക്കുമെന്നും വാക്ക് തരാൻ ഡൊണാൾഡ് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ഹിറ്റ്ലർ വാക്കുകൊടുത്തു. ഹിറ്റ്ലർ പറയുന്ന വാക്ക് പാലിക്കില്ല എന്ന് മര്യാദയ്ക്ക് മാൽക്കം പറഞ്ഞതാണ്. എന്നാൽ മണ്ടൻ ഡൊണാൾഡ് അത് കേട്ടില്ല. ഹിറ്റ്ലർ വാക്കുകൊടുത്തതും ഫ്യൂരറും ബാക്കി മനുഷ്യരും എവിടെയാണെന്ന് ഡൊണാൾഡ് പറഞ്ഞുകൊടുത്തു. എന്നാൽ കാര്യമറിഞ്ഞ ഉടനെ എല്ലാവരെയും തീർത്തുകളയാൻ ഹിറ്റ്ലർ ഉത്തരവിട്ടു. അങ്ങനെ പറയുമ്പോൾ കൊന്നുകളയാനായിരിക്കുമെന്ന് നമ്മൾ കരുതും. എന്നാൽ കൊന്ന ശേഷം അവരെയെല്ലാം വ്രില്ലുകൾ ഭക്ഷിച്ചു തീർക്കുകയാണ് ചെയ്തത്. അവസാനം സ്റ്റീവ് ഇരുന്ന് എല്ലുകൾ നക്കുന്നത് കാണാം. മാൽക്കമിനെ മാത്രം ഒന്നും ചെയ്തില്ല. അവനെ ഹിറ്റ്ലറിനെ കഴിക്കാൻ വേണ്ടി ബാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ മാൽക്കം ചങ്ങലയൊക്കെ വലിച്ചു പൊട്ടിച്ച് ഹിറ്റ്ലറിന്റെ തലയിൽ കസേരയും എടുത്തടിച്ച് ഓടി രക്ഷപ്പെട്ടു. ഈ സമയം ഓബിയും സാഷയും കൂടെ വ്രില്യ വെച്ചിരുന്ന ഹോളി ഗ്രെയിൽ എടുക്കാൻ ടെമ്പിളിലേക്ക് പോയി. ടെമ്പിളിന്റെ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ അത് തുറക്കാൻ കഴിയുന്നില്ല. മാപ്പ് നോക്കിയപ്പോൾ അതിൽ വിരലിന്റെ ചിത്രം കാണിച്ചിരിക്കുന്നു. ഓബിക്ക് പെട്ടെന്ന് നേരത്തെ ഫ്യൂറർ കൊടുത്ത വിരലിന്റെ കാര്യം ഓർമ്മ വരികയും അതെടുത്ത് വാതിലിൽ വെക്കുകയും ചെയ്തു. അപ്പോഴാണ് വാതിൽ തുറക്കപ്പെട്ടത്. ഉള്ളിൽ ഹോളി ഗ്രെയിൽ ഇരിപ്പുണ്ട്. അതാണ് കുട്ടി സൂര്യന് കത്താനുള്ള ഊർജം കൊടുക്കുന്നത്. അവൾ അതും എടുത്തുകൊണ്ട് സാഷയ്ക്കൊപ്പം പുറത്തേക്കോടി. അപ്പോൾ സൂര്യൻ തകർന്നു വീണു. പുറത്തു വന്നപ്പോൾ കുറെ ദിനോസർ വണ്ടികൾ കിടക്കുന്നത് കണ്ടു. അവരതിൽ കയറി അവിടെ നിന്നും കുതിച്ചു പാഞ്ഞു. പോകുന്ന വഴിയിൽ മാൽക്കമിനെയും കണ്ടു. അവനും സാഷയുടെ ഡൈനോസർ വണ്ടിയിൽ കയറി. അങ്ങനെ 3 പേരും കൂടെ അവർ വന്ന സ്പേസ് ക്രാഫ്റ്റിൽ കയറി രക്ഷപ്പെട്ടു പോയി. പക്ഷേ തൊട്ടു പിന്നാലെ ഹിറ്റ്ലറും തന്റെ ഭീമൻ സ്പേസ്ഷിപ്പും കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അത് ഓബിയും കൂട്ടരും കണ്ടില്ല. മൂൺ ബേസിലെത്തിയപ്പോൾ ഫ്യൂരർ ഹോളി ഗ്രെയിൽ തരാൻ പറഞ്ഞു. എന്നാൽ ഇതും കൊണ്ട് നീ മുങ്ങുമെന്ന് എനിക്കറിയാമടാ എന്ന് പറഞ്ഞ് ഓബി അത് കൊടുത്തില്ല. അപ്പോൾ റെനേറ്റിന് നേരെ തോക്ക് ചൂണ്ടി മര്യാദയ്ക്ക് ഹോളി ഗ്രെയിൽ തരാൻ ഫ്യൂരർ ആജ്ഞാപിച്ചു. അങ്ങനെ തർക്കിക്കുന്നതിനിടയിൽ അവിടെ ഹിറ്റ്ലർ എത്തി. ടീറക്സിനെയൊക്കെ കൊണ്ടാണ് ഹിറ്റ്ലർ വന്നിരിക്കുന്നത്. അവൻ മൂൺ ബേസ് മൊത്തം തകർക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരെയും കൊണ്ട് അമീലിയ സ്പേസ്ഷിപ്പിലേക്ക് പോകാൻ റെനേറ്റ് നിർദ്ദേശിച്ചു. എന്നിട്ട് ഹോളി ഗ്രെയിൽ എടുത്ത് അതിൽ നിന്നും കുറച്ച് വ്രില്യ കുടിച്ചു. അപ്പോൾ ലഡു തിന്ന ചോട്ടാ ഭീമിനെ പോലെ റെനേറ്റ് പൂർവാധികം ശക്തി പ്രാപിച്ചു. എന്നിട്ട് അവൾ ഓടിച്ചെന്ന് ടീറക്സിന്റെ തലയിൽ ഒരൊറ്റ ചവിട്ട്. ആ ഒരൊറ്റ ചവിട്ടോടെ ടീറക്സ് പടമായി. എന്റെ ടീറക്സിനെ കൊന്ന നിന്നെ ഞാൻ ഇന്ന് കൊല്ലുമടി എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ ഹിറ്റ്ലറിന്റെ മണ്ടയ്ക്ക് കൂടെ ഒരു വലിയ ബോക്സ് വന്ന് വീണു. അങ്ങനെ ഹിറ്റ്ലർ ചമ്മന്തിയായി. അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോൾ ഫ്യൂറർ വന്ന് റെനേറ്റിനെ വെടിവെച്ച് കൊന്നു. അപ്പോഴേക്കും മൂൺ ബേസ് മൊത്തം തകർന്നു വീഴാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ മോങ്ങാൻ നിൽക്കാതെ ഓബിയും കൂട്ടരും അവശേഷിക്കുന്ന മനുഷ്യരും സ്പേസ്ഷിപ്പിൽ കയറി യാത്രയാകാൻ തുടങ്ങി. എന്നാൽ അപ്പോഴും ഫ്യൂറർ അവരെ വെറുതെ വിട്ടില്ല. അവൻ ഹിറ്റ്ലർ വന്ന സ്പേസ്ഷിപ്പിൽ കയറി അവരുടെ പിന്നാലെ പോയി. അമീലിയയെ അവൻ തുടർച്ചയായിട്ട് വെടിവെച്ചുകൊണ്ടിരുന്നു. അതേസമയം അവൻ അമീലിയയുടെ കമാൻഡ് സെന്ററിലേക്ക് വീഡിയോ കോൾ ചെയ്തു. എന്നിട്ട് മര്യാദയ്ക്ക് എന്റെ ഹോളി ഗ്രെയിൽ തരാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ എങ്ങനെയാണ് നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് ഓബി സംശയിച്ചു. ഞാൻ ഡൊണാൾഡ് കൊടുത്ത ഫോൺ വെച്ചാണ് വിളിക്കുന്നതെന്ന് ഫ്യൂറർ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്കൊരു ഐഡിയ തോന്നിയത്. അവൾ പെട്ടെന്ന് നമ്മുടെ ലെജൻഡറി നോക്കിയ എടുത്ത് അതിലൂടെ ഒരു കമാൻഡ് നൽകി ഫ്യൂററിന്റെ മൊബൈൽ ഫോണിനെ പൊട്ടിത്തെറിപ്പിച്ചു. ആ വിസ്ഫോടനത്തിൽ അവന്റെ സ്പേസ്ഷിപ്പ് തന്നെ മൊത്തത്തിൽ പൊട്ടിച്ചിതറി. അങ്ങനെ എല്ലാം അവസാനിച്ചു. പക്ഷെ ഇനി അവർക്ക് ജീവിക്കാൻ ഇടമില്ല. ഭൂമി റേഡിയേഷൻ കാരണം വാസയോഗ്യമല്ല. അഗർത്തയാണെങ്കിൽ മൊത്തത്തിൽ തകർന്നിരിക്കുന്നു. ചന്ദ്രനിലുണ്ടായിരുന്ന മൂൺ ബേസും ഇപ്പോൾ പൂർണ്ണമായും തകർന്നു. അതുകൊണ്ട് അടുത്തു നേരെ ചൊവ്വയിലേക്കാണ് അവർ പോയത്. അതോടെ സിനിമ അവസാനിക്കുകയാണ്.
എന്ന് കരുതുമ്പോഴാണ് ചെറിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. വേറൊന്നുമല്ല, അവർ പുതിയ ലോകത്തിൽ ജീവിക്കാമെന്ന് കരുതി പോയിക്കൊണ്ടിരിക്കുന്ന മാർസിൽ മറ്റൊരു ടീം പണ്ടേ തന്നെ കോളനി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതേത് ടീമാണെന്ന് ബേസിന്റെ ആകൃതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും.